സുഹൃത്തുക്കളെ, ശ്രീ ഹോം ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം നമ്മളൊരു സീരീസ് തുടങ്ങുകയാണ്. അതായത് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ തുടങ്ങുന്നത്. ആദ്യമായി പറയുന്നത് കൃഷ്ണ സഹോദരിയും അർജുന പത്നിയുമായ സുഭദ്രയെക്കുറിച്ചാണ്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ ഷെയറും ചെയ്യുക. തൻ്റെ ജീവിതത്തിൽ കൊടിയ ദുഃഖത്തിൻ്റെ കരിനിഴൽ വീഴും. അക്കാര്യം സുഭദ്ര കാലക്കൂട്ടി അറിഞ്ഞിരുന്നില്ല. സ്വരാജ്യമായ ദ്വാരകയിൽ സുഭദ്രയെപ്പോലെ ഒരു സുന്ദരിയില്ല. ആര്യാവർത്തത്തിലെ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടോ എന്ന് സംശയമാണ്. പ്രതാപവും സമ്പത്തുമുള്ളതാണ് സുഭദ്രയുടെ വംശം. അവൾക്കില്ലാത്ത സൗഖ്യം യാതൊന്നുമില്ല. പരിചരിക്കാനും കളിക്കാനും അനേകം തോഴിമാരുണ്ട്. അവരോടൊന്നിച്ച് അവൾ ഉല്ലാസവതിയായി നാൾ കഴിച്ചു. സ്നേഹമൂർത്തികളായ 2 ജ്യേഷ്ഠന്മാരുണ്ട് അവൾക്ക്, ശ്രീകൃഷ്ണനും ബലരാമനും. കുസൃതി കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ, ഗൗരവമുള്ള പ്രകൃതിക്കാരൻ ബലരാമനും. ഇരുവർക്കും അനുജത്തി ജീവനാണ്. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിക്കൂടാ. അതിനായി 2 ജ്യേഷ്ഠന്മാരും വേണ്ടതെല്ലാം ചെയ്തു വന്നു. അവൾ പല വിദ്യകളും അഭ്യസിച്ചിട്ടുണ്ട്. പ്രത്യേകമായ വാസനയുമുണ്ട്, കഴിവുമുണ്ട് തേരോട്ടത്തിൽ. ശ്രീകൃഷ്ണനാണ് അവളെ ആ വിദ്യ അഭ്യസിപ്പിച്ചത്. ഇനിയൊരു കാലത്ത് കുരുക്ഷേത്ര യുദ്ധത്തിൽ പാർത്ഥസാരഥിയാകാൻ പോകുന്ന ശ്രീകൃഷ്ണൻ തേര് അതിവേഗത്തിൽ ഓടിക്കുക, അതിനെ നിമിഷത്തിനുള്ളിൽ ഓരോ ദിക്കിലേക്കും തിരിക്കുക, താൻ ഇച്ഛിക്കുന്നതൊക്കെ കുതിരകളെ കൊണ്ട് ചെയ്യിക്കുക, അതിലെല്ലാം അവൾ അതുല്യമായ സാമർഥ്യം സമ്പാദിച്ചു. ഇതൊക്കെയായിട്ടും അവൾ സ്ത്രീത്വം പൂർണ്ണമായും പാലിച്ചു. ആരെയും ഒരു വിധത്തിലും ഉപദ്രവിച്ചില്ല, വിടുപണി ചെയ്യുന്ന ഭൃത്യരെ പോലും. ഒരു രാജകുമാരിക്ക് വേണ്ടുന്നതെല്ലാം സുഭദ്രയ്ക്ക് ഉണ്ടായിരുന്നു, അതിൽ കൂടുതലും. സന്തോഷം നിറഞ്ഞ ജീവിതം പതുക്കെ മുൻപോട്ട് നീങ്ങി. ദുഃഖം വരുമെന്ന് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. വീരന്മാരും സുന്ദരന്മാരുമായ എത്രയോ യുവാക്കന്മാരുണ്ട്. ആരെയും വിവാഹം കഴിക്കാൻ സുഭദ്ര അഭിലഷിച്ചില്ല. തികച്ചും വ്യത്യസ്തമായിരുന്നു അർജുനനെ ആദ്യമായി കണ്ടപ്പോൾ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അർജുനനെ കുറിച്ച്. സൗകുമാര്യം, വീര്യം എന്നിവ അർജുനനോളം മറ്റാർക്കുമില്ലത്രേ. മാത്രമല്ല ധനുർവിദ്യയിലും സുഭദ്രയുടെ വംശക്കാരായ ചില യാദവന്മാർ എന്തു ചെയ്യുമെന്നോ. ചിലപ്പോൾ മറ്റുള്ളവരോട് വീമ്പിളക്കും, ഞാൻ അർജുനന് തുല്യനാണ്. എന്നാൽ അവരിൽ ആരും പറയുകയില്ല ഞാൻ അർജുനനേക്കാൾ കേമനാണ് എന്ന്. ചില അമ്മമാർ പുത്രന്മാരെ ആയുർവിദ്യ അഭ്യസിക്കാൻ അയക്കുമ്പോഴോ നീ അർജുനനെ പോലെയാകാൻ സംഗതിയാകട്ടെ എന്ന് അനുഗ്രഹിക്കും. ഇതൊക്കെ എന്തിനുള്ള തെളിവുകളാണ്? എല്ലായിടത്തും അർജുനൻ നേടിയിട്ടുള്ള യശസ്സിനുള്ള തെളിവുകൾ. കേട്ടതൊക്കെ വെറുതെ എന്ന് വിചാരിക്കാൻ കാരണവുമില്ല. തൻ്റെ അമ്മായിയുടെ മകനാണ് അർജുനൻ, അക്കാര്യം സുഭദ്രയ്ക്ക് അറിയാം. എങ്കിലും അന്നോളം അർജുനനെ കണ്ടിട്ടില്ല. അദ്ദേഹം വിദൂരത്തിലുള്ള ഇന്ദ്രപ്രസ്ഥത്തിലാണ്. താനാണെങ്കിൽ ദ്വാരക വിട്ടിട്ട് ഇറങ്ങിയിട്ടുമില്ല. ക്രമേണ ഒരാഗ്രഹം സുഭദ്രയുടെ മനസ്സിൽ അങ്കുരിച്ചു. അർജുനന്റെ ഭാര്യാപദം ലഭിച്ചാൽ താൻ ഭാഗ്യവതിയാകും. മറ്റുള്ളവർ ഒരാളെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. അത് കേട്ട് തനിക്കും അതേ അഭിപ്രായമുണ്ടാകുന്നു. അതത്ര ശരിയല്ലെന്ന് സുഭദ്രയ്ക്ക് അറിയാം. പോരെങ്കിൽ അർജുനന് പാഞ്ചാലി എന്നൊരു ഭാര്യയുമുണ്ട്. പാഞ്ചാലി അർജുനന്റെ സഹോദരന്മാരുടെ ഭാര്യയുമാണ്. ഇതൊക്കെയാണെങ്കിലും സുഭദ്രയുടെ ആഗ്രഹം പ്രബലമായതേ ഉള്ളൂ. അതേസമയം അവൾ ഒന്നറിഞ്ഞിരുന്നില്ല, തൻ്റെ ഭർത്തൃപദം അർജുനനും കാക്ഷിക്കുന്നു എന്ന്. അവളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അർജുനൻ ശേഖരിച്ചിരുന്നു. സുഭദ്രയുടെ സൗന്ദര്യം, സൗശീല്യം, സാമർഥ്യം അവ ഏതു പുരുഷനെയും ആകർഷിക്കുന്നവയാണ്. അർജുനനെ സംബന്ധിച്ച് മറ്റൊരു ആകർഷണം കൂടിയുണ്ട്. താനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള മൈത്രിയാണത്. അർജുനൻ ശ്രീകൃഷ്ണനെ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായി കണ്ടത് പാഞ്ചാലിയുടെ സ്വയംവരത്തിലാണ്. ശ്രീകൃഷ്ണന്റെ ബന്ധുവും മിത്രവുമായ താൻ ഭാഗ്യവാനാണ്. അതായിരുന്നു അർജുനന്റെ വിശ്വാസം. അതേസമയം താൻ കുറെ കൂടി ഭാഗ്യവാനാകും സുഭദ്ര തൻ്റെ പത്നിയായെങ്കിൽ. ഒരിക്കൽ അർജുനൻ ഒരു വർഷത്തേക്കുള്ള തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങി. അദ്ദേഹം പുണ്യസ്ഥലങ്ങളും പുണ്യക്ഷേത്രങ്ങളും സന്ദർശിച്ചുകൊണ്ട് സഞ്ചരിച്ചു. പ്രത്യേകമായ ഒരു ഉദ്ദേശവുമുണ്ട് എന്ന് ആരോടും പറഞ്ഞതുമില്ല. സുഭദ്രയുടെ രാജ്യമായ ദ്വാരകയിലേക്ക് പോകണം. അദ്ദേഹം താടിയും മീശയും വളർത്തി, കാഷായ വസ്ത്രം ധരിച്ചു, നെറ്റിയിൽ ഭസ്മം പൂശി, ശരിക്കൊരു സന്യാസി. പക്ഷേ സന്യാസിയായത് പുറമേ മാത്രം, ഉള്ളിൽ പഴയ അർജുനൻ തന്നെ. അദ്ദേഹം ഈശ്വരനെ പ്രാർത്ഥിച്ചു. ശരിയാണ്, മനസ്സിൽ സുഭദ്ര ഇല്ലാത്തപ്പോൾ മാത്രം. അങ്ങനെ അർജുനൻ ദ്വാരകയുടെ പ്രാന്തത്തിലെത്തി. ഒരു അരയാലൻ്റെ ചുവട്ടിൽ ഇരിപ്പായി. ഇനി എന്താണ് വേണ്ടത്? അതായി ആലോചന. ശ്രീകൃഷ്ണൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഭഗവാൻ ആലിൻ ചുവട്ടിലെത്തി. മിത്രങ്ങൾ ഒന്നിച്ചായി. സംഭാഷണത്തിനിടയിൽ ശ്രീകൃഷ്ണൻ ചോദിച്ചു, അർജുന, നീ സുഭദ്രയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇല്ലേ? ഭഗവാൻ ഒന്ന് ചിരിച്ചു. അപ്പോൾ അർജുനൻ ഒന്ന് അനുമാനിച്ചു, ശ്രീകൃഷ്ണന് ഈ വിവാഹബന്ധം ഇഷ്ടമാണ്. വലിയ സന്തോഷമായി അർജുനന്. കൃഷ്ണ, ഞാൻ അങ്ങയുടെ നിർദ്ദേശം പോലെ പ്രവർത്തിച്ചുകൊള്ളാം, അദ്ദേഹം പറഞ്ഞു. ശ്രീകൃഷ്ണൻ വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കി.
അർജുനന് പ്രത്യേകമായ ചില നിർദ്ദേശങ്ങൾ നൽകി. ഇരുവരും പ്രവൃത്തിക്കുള്ള സമയത്തിനായി കാത്തിരുന്നു. താമസിയാതെ ദ്വാരകയിലെങ്ങും ഒരു വർത്തമാനം പരന്നു. ദിവ്യനായ ഒരു സന്യാസി എവിടുന്നോ വന്നിരിക്കുകയാണ്. സന്യാസിയെ വന്ദിക്കാനായി നിരവധി ആളുകൾ വന്നെത്തി. അർജുനന്റെ അഭിനയം ഒന്നാന്തരമായിരുന്നു. ആർക്കും ഒരു സംശയം തോന്നിയില്ല. കള്ളസന്യാസി യഥാർത്ഥ സന്യാസിയാണെന്ന് അവർ വിശ്വസിച്ചു. ബലരാമനും ഉൾപ്പെട്ടിരുന്നു അവരുടെ കൂട്ടത്തിൽ. സന്യാസിയെ കൊട്ടാരത്തിൽ പാർപ്പിച്ച് പരിചരിക്കണം, അതായിരുന്നു ബലരാമന്റെ ആഗ്രഹം. കൃഷ്ണ, സന്യാസിക്ക് പാർപ്പിടം ഏർപ്പാട് ചെയ്യൂ. സുഭദ്രയുടെ അന്തപുരത്തിന്റെ അടുക്കൽ തന്നെ ആയിരിക്കണം. സുഭദ്ര തന്നെ അദ്ദേഹത്തെ പരിചരിക്കണം, ബലരാമൻ ആവശ്യപ്പെട്ടു. ജ്യേഷ്ഠ, അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം സന്യാസിയാണ്, ശരി തന്നെ, എങ്കിലും ചെറുപ്പക്കാരനും സുന്ദരനുമാണ്, ശ്രീകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി കുസൃതിയോടെ. നീ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. നിന്റെ സംശയങ്ങൾ ശരിയല്ല. അദ്ദേഹം ശരിക്കും ഒരു സന്യാസിയാണ്. വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുക പോലുമില്ല. അദ്ദേഹത്തെ സുഭദ്ര പരിചരിക്കട്ടെ, എല്ലാം കൊണ്ടും അതാണ് നന്ന്. എൻ്റെ നിശ്ചയവും അതാണ്, ബലരാമൻ പറഞ്ഞു. ഒന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ ശ്രീകൃഷ്ണൻ സുഭദ്രയെ ചെന്നുകൊണ്ട് പറഞ്ഞു, അനുജത്തി, സന്യാസിയെ ശുശ്രൂഷിക്കുന്ന ഭാരം നിനക്കാണ്. ജ്യേഷ്ഠനെ അതത്ര നിർബന്ധമായിരിക്കുന്നു. അതിഥി ശുശ്രൂഷയിൽ ഒരു പിഴയും വരുത്തരുത് കേട്ടോ. സുഭദ്രയ്ക്ക് സമ്മതമായി എന്ന് പറയാനുണ്ടോ? അടുത്തുള്ള പാർപ്പിടത്തിൽ സന്യാസി താമസമാക്കി. അദ്ദേഹത്തിൻ്റെ പൂജയ്ക്കുള്ള പൂക്കൾ അവൾ തന്നെ ഇറുത്തു. അദ്ദേഹത്തിന് ഭക്ഷണം അവൾ തന്നെ ഒരുക്കി. അദ്ദേഹം ഭക്ഷിക്കുമ്പോൾ അവൾ അരികത്ത് നിന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം തന്നെ നോക്കുന്നുണ്ടോ? ഉണ്ട്. ആദ്യമൊന്നും സുഭദ്രയ്ക്ക് സംശയം ഉണ്ടായില്ല. സന്യാസി അവളോട് ആത്മീയമായ കാര്യങ്ങൾ സംസാരിക്കും, അതേസമയം ഉപദേശങ്ങളും നൽകും. ക്രമേണ സുഭദ്രയ്ക്ക് ഒരു ആഗ്രഹമുണ്ടായി. ഇദ്ദേഹം തൻ്റെ ഭർത്താവായെങ്കിൽ. ഉടൻ തന്നെ ആ ആഗ്രഹം ശരിയല്ലെന്നും തോന്നി. ഇദ്ദേഹം എത്രയായാലും സന്യാസിയല്ലേ? ദിവസങ്ങൾ കഴിഞ്ഞതോടെ അവൾക്ക് സംശയമുണ്ടായി. ഇദ്ദേഹം വാസ്തവത്തിൽ അർജുനനല്ലേ? ആ സംശയം ഏറ്റവും പ്രബലമായി. എപ്പോഴെന്നോ സന്യാസിയുടെ ഇരു കൈകളിലും ഞാൻ തഴമ്പ് കണ്ടപ്പോൾ. ലോകത്ത് ഒരാൾക്ക് മാത്രമേ അവയുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അർജുനനാണ് ആ ആൾ. ഇരു കൈകൾ കൊണ്ടും അർജുനൻ അമ്പും വില്ലും ഉപയോഗിക്കും, അതോ തുല്യമായ സാമർഥ്യത്തോടു കൂടിയും. അക്കാരണത്താൽ അർജുനന് സവ്യസാചി എന്ന പേരും പതിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അവൾ തൊട്ടും തൊടാതെയും എന്ന മട്ടിൽ ചോദിച്ചു, മഹാത്മൻ, അർജുനൻ തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു കേട്ടു. അങ്ങും കുറേ കാലമായി സഞ്ചരിക്കുകയാണല്ലോ. അർജുനനെ ഇപ്പോൾ എവിടെയെന്ന് അങ്ങേക്കറിയാമോ? അർജുനൻ മറുപടി നൽകി, എനിക്കറിയാം. അർജുനൻ സന്യാസി വേഷത്തിൽ ദ്വാരകയിലുണ്ട്. അദ്ദേഹം സുഭദ്രയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇരുവരും ഉറക്കെ ചിരിച്ചു. ശ്രീകൃഷ്ണൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഭഗവാൻ ഒരു കാര്യം കണക്കിലെടുത്തിട്ടുണ്ട്. അർജുനൻ കള്ളസന്യാസിയായി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാലോ ജ്യേഷ്ഠൻ കോപിക്കും. വിവാഹം സമ്മതിക്കുകയുമില്ല. ശ്രീകൃഷ്ണൻ അകലിയൊരു ദ്വീപിൽ ഒരു മഹോത്സവം ഏർപ്പാട് ചെയ്തു. മഹോത്സവത്തിന് ജ്യേഷ്ഠൻ്റെ സാന്നിധ്യം ഉണ്ടായേ പറ്റൂ. അതായി ഭഗവാന്റെ നിർബന്ധം. ബലരാമൻ ആ നിർബന്ധത്തിന് വഴങ്ങി. അങ്ങനെ അദ്ദേഹം ദ്വീപിലേക്ക് പോയി. ഒന്നിച്ച് ശ്രീകൃഷ്ണനും മറ്റനേകം പേരും. സുഭദ്രേ, നമുക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാം, അർജുനൻ പറഞ്ഞു. അവൾക്ക് സമ്മതമായി. പക്ഷെ ഒന്നുണ്ട്, ഞാൻ നിന്നെ അപഹരിച്ചു കൊണ്ടുപോയെന്ന് ആളുകൾ കരുതും. അത് നമുക്കൊരു പോരായ്മയുമാകും, അർജുനൻ ചൂണ്ടിക്കാട്ടി. അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. തേര് തെളിക്കുന്നത് ഞാനായിക്കൊള്ളാം. അങ്ങ് വെറുതെ ഇരുന്നാൽ മതിയാകും. ഞാൻ പൂർണ്ണ മനസ്സാലെ അങ്ങയോടൊന്നിച്ച് വരികയാണെന്ന് അതായിരിക്കും കാണുന്നവരുടെ വിശ്വാസം. പോരെ? എന്ത്, നീ തേര് തെളിക്കുകയോ? നന്നായി, അർജുനൻ അത്ഭുതം തോന്നി. എന്തുകൊണ്ട് പാടില്ല? തേര് തെളിക്കാൻ ഞാൻ നല്ലപോലെ അഭ്യസിച്ചിട്ടുണ്ട്. മറ്റാരിൽ നിന്നുമല്ല, എൻ്റെ ജ്യേഷ്ഠൻ ശ്രീകൃഷ്ണനിൽ നിന്ന്. അങ്ങ് എൻ്റെ സാമർത്ഥ്യം നേരിട്ട് കാണണം, സുഭദ്ര പറഞ്ഞു. അങ്ങനെ അർജുനൻ തേരിനകത്ത് ഇരിപ്പായി. സുഭദ്ര ചാട്ടയും പിടിച്ച് തേരോടിച്ചും തുടങ്ങി. എത്ര വേഗത്തിലാണ് തേരുരുളുന്നത്! ആ വാഹനം ഒരു കല്ലിലും തട്ടുന്നില്ല, ഒരു കുഴിയിലും ചാടുന്നില്ല, ആടുകയും ഒലയുകയും ചെയ്യുന്നില്ല. കണ്ടില്ലേ സുഭദ്രയുടെ പ്രാഗൽഭ്യം? അർജുനന് അതിയായ വിസ്മയം തോന്നി. യാദവ ഭടന്മാരിൽ ചിലർ അത് കാണാനിടയായി. അവർക്കെന്തോ തെറ്റിദ്ധാരണകളുണ്ടായി. തേര് പിടിച്ചു നിർത്താനായി അവരുടെ ഉദ്യമം. അർജുനൻ അവരെ നിഷ്പ്രയാസം തുരത്തി. സുഭദ്ര അതിവേഗം തേരോടിച്ചു പോയി. വഴിയിൽ വിശ്രമത്തിന് തങ്ങിയതേയില്ല. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു, താൻ വരിച്ച പുരുഷന്റെ രാജ്യത്തിൽ. കുന്തി, അർജുനന്റെ സഹോദരന്മാർ, പാഞ്ചാലി, അവരെല്ലാം എത്ര സന്തോഷത്തോടെയാണ് സുഭദ്രയെ സ്വാഗതം ചെയ്തത്. അവർക്കെല്ലാം ശ്രീകൃഷ്ണനാണ് സർവസ്വവും. ശ്രീകൃഷ്ണന്റെ സഹോദരിയാണ് സുഭദ്ര. അർജുനന്റെ ഭാര്യയായല്ലോ ആ സുന്ദരി. അതൊരു ഭാഗ്യമായി കരുതി എല്ലാവരും. സുഭദ്ര സുഖമായി ഭർത്തഗൃഹത്തിൽ താമസിച്ചു. ഒരു പുത്രനുണ്ടായപ്പോൾ എന്തായിരുന്നു അവളുടെ ആനന്ദം! അഭിമന്യു എന്നാണ് പുത്രന്റെ പേര്. അവൻ കൗമാരത്തിൽ പ്രവേശിച്ചപ്പോഴോ എല്ലാവരും ഒന്ന് കണ്ടു. കുമാരനിൽ അച്ഛൻ്റെയും അമ്മാവൻ്റെയും ഗുണങ്ങൾ പലതും ഒന്നിച്ചിരിക്കുന്നു. അവന് സാധാരണയിൽ കവിഞ്ഞ സൗന്ദര്യമുണ്ട്. ആയുധവിദ്യയിൽ അസാമാന്യമായ പ്രാഗൽഭ്യമുണ്ട്. അളവില്ലാത്ത ധൈര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, സുഭദ്രയുടെ കഥയുടെ 1-ാം ഭാഗം ഇവിടെ അവസാനിച്ചു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.